ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ പാറ്റകളൊക്കെ തുരുതുര ചത്ത് വീഴും കേട്ടോ. അങ്ങനെയുള്ള അടിപൊളി സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രം എടുക്കുക. ഈ പാത്രത്തിലേക്ക് കുറച്ച് ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പാറ്റ എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നമ്മുടെ ഫുഡിലായാലും റൂമിനകത്തായാലും ചിലർക്ക് ഭയങ്കര പേടിയുമായിരിക്കും അല്ലേ പാറ്റയെ കാണുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഹാർപ്പിക്ക് ഒഴിച്ചു, അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കേണ്ട ഒരു സാധനം ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന ഒരു സാധനം ആയിരിക്കത്തില്ല കേട്ടോ ഞാൻ ചേർക്കാൻ പോകുന്നത്. അടിപൊളിയായിട്ടൊരു സംഭവമാണ്, നമ്മൾ ചെയ്ത് റിസൾട്ട് കിട്ടിയൊരു കാര്യം കൂടിയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ക്രയോൺസ്, ഈ ക്രയോൺസ് നിങ്ങൾ ഒരു കാരണവശാലും കളയരുത്. കുറച്ച് ചെറിയ പീസൊക്കെ ആണെങ്കിലും കളയാൻ പാടില്ല. ഇത് മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പാറ്റകളെ തുരത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിൻ്റെ പുറമേയുള്ള ആ കവർ നമുക്കങ്ങ് പൊളിച്ച് കളയാം കേട്ടോ. പൊളിച്ച് കളഞ്ഞിട്ട് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് ചുരണ്ടിയാണ് കേട്ടോ ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഈ ടിപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ചുരണ്ടി ചേർത്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഇതൊന്ന് അലുത്ത് ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുരണ്ടി ഇത്രയും മാത്രം മതി. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് നന്നായിട്ട് അലുത്ത് ചേർന്നതിന് ശേഷം മാത്രം നമുക്ക് എവിടെയാണോ പാറ്റയൊക്കെ കൂടുതലായിട്ട് വരുന്നത് ആ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കുക. തളിച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ പാറ്റകളൊക്കെ ചത്ത് വീഴുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തളിച്ച് കൊടുക്കുന്നത് ഇവിടെ നന്നായിട്ട് പാറ്റയൊക്കെ ഇടയ്ക്ക് കാണുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് തളിച്ച് കൊടുക്കുവാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ പാറ്റകളൊക്കെ വന്നിട്ടുണ്ടോ ഇത് സ്പ്രേ എന്ന് വെച്ചാൽ ഇത് വരുന്ന ആ ഭാഗങ്ങളിലൊക്കെ തളിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് വന്നതിന് ശേഷം അല്ലെങ്കിൽ പാറ്റയെ കാണുമ്പോൾ തളിച്ച് കൊടുത്താലും മതി കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് പാറ്റകൾ ഇത് പൂർണ്ണമായും ചത്തിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊരു മയങ്ങി പോവുകയാണ്. ഇതിപ്പോൾ ചത്തു പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ തളിച്ച് കൊടുക്കണം. തളിച്ച് കൊടുത്തു കഴിയുമ്പോൾ പാറ്റ ഉള്ള സമയത്ത് തളിച്ച് കൊടുക്കുക, അല്ലെ പാറ്റയെ എവിടെ പരിസരത്തൊക്കെ കണ്ടാലും തളിച്ച് കൊടുത്താൽ മതി കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഇത് ചത്തുപോകും. അപ്പോൾ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ടിപ്പിൽ ഇതേ കുറച്ച് പൗഡറാണ് കേട്ടോ ഒരു പേപ്പറിലോട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങളൊരു പേപ്പറിലേക്ക് കുറച്ച് പൗഡർ ഇങ്ങനെ കുടഞ്ഞിടുക. ഏത് പൗഡർ ആയാലും കുഴപ്പമില്ല, ടാൽക്കം പൗഡർ എടുത്താൽ മതി കേട്ടോ. ഇത് കുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാൻ പോകണം അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്, പാരസിറ്റാമോൾ എടുത്തിരിക്കുന്നത്. ഈ പാരസിറ്റാമോൾ നമ്മളൊന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഈ കവറിലോട്ട് വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ വയ്ക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ഇടികല്ല് കൊണ്ട് ഒന്ന് ഇടിച്ചൊന്ന് എടുക്കുക കേട്ടോ. ഇതേപോലെ ഇടിക്കുക. ഇടിച്ചിട്ട് നമുക്ക് ഈ പാരസിറ്റാമോൾ പൊടിഞ്ഞാൽ ഇപ്പോൾ 650ൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ഇതിനകത്തോട്ട് പൗഡറിനകത്തോട്ട് ഇട്ടതിന് ശേഷം നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് കൊടുക്കണം. ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് എവിടെയാണ് ഇപ്പോൾ ഉറുമ്പുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ, ചത്തുപോകും. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ പാറ്റയൊക്കെ കൂടുതലായി കാണുന്നത് ആ ഭാഗത്തൊക്കെ ഒന്ന് വെതറി കൊടുക്കുക. പാറ്റ ഉണ്ടെങ്കിലും ഒന്നൊരു സ്പൂണിലെടുത്ത് ഇങ്ങനെ ജസ്റ്റ് വെതറി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട്, അല്ലെ പഴയ പൗഡറിൻ്റെ ബോട്ടിലാണെങ്കിലും ആക്കിയിട്ട് നിങ്ങൾ പുറത്ത് വയ്ക്കുക. ഒരിക്കലും അകത്ത് വയ്ക്കരുത്. കുട്ടികളൊന്നും എടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഈ വരാന്തയിൽ വെതറി കൊടുക്കുക. ഈ അടുക്കളയുടെ ഇവിടുത്തെ വരാന്തയിലൊക്കെ ഇടയ്ക്ക് പാറ്റയൊക്കെ കാണാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചില സമയത്ത് ചിരട്ടയൊക്കെ ഇട്ട് വയ്ക്കുന്ന അതിനകത്തൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെതറി കൊടുക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് പാറ്റ ചാകും ഇല്ലേ എന്നൊക്കെ നോക്കാം കേട്ടോ. ഈ ഭാഗത്തേക്ക് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഓടി നടക്കും കേട്ടോ. ചില സമയത്ത് നമ്മളിപ്പോൾ നോക്കിയാൽ കാണത്തില്ല, പക്ഷേ എനിക്ക് ഇത്രയും പാറ്റയെ ചത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിപൊളി ഒരു സംഭവമാണ്. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ സമയത്ത് നമ്മളൊക്കെ എപ്പോഴും പോയിട്ട് നോക്കാൻ പറ്റില്ലല്ലോ പാറ്റ വരുന്നുണ്ടോയെന്ന്. പക്ഷേ ഇത് കുറേ നേരം ഞാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പാറ്റ ശരിക്കും ചത്തത്. അപ്പോൾ ഇതേപോലെ ചത്ത് വീഴും തീർച്ചയായിട്ടും. ഈ രണ്ടാമത്തെ ടിപ്പ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടാട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ചത്ത് വീണിട്ടുണ്ട്. മൂന്നാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഇതേ ഒരു പാത്രത്തിൽ ഒരു അടപ്പ് വിനെഗർ എടുത്തിരിക്കുകയാണ്. ഈ വിനെഗറിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരടപ്പ് വിനെഗർ മാത്രമേ നമുക്ക് എടുക്കാവുള്ളൂ. അതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ ക്രയോൺസ് ആണ് കേട്ടോ. അപ്പോൾ ക്രയോൺസ് ഇതേപോലെ ചുരുണ്ടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മതി കേട്ടോ, ഒടിഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് നല്ല രീതി, പിന്നെ പിള്ളേർ ഉപയോഗിച്ചിട്ട് ചെറിയ കഷ്ണമൊക്കെ ഉണ്ട്, അത് നിങ്ങളൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ടിട്ട് ഇടികല്ലോണ്ടൊന്ന് ഇടിച്ചെടുത്താലും മതി കേട്ടോ, അങ്ങനെ ആയാലും മതി. അപ്പോൾ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് റോസ് വാട്ടറാണ്, ഒരു അടപ്പ് റോസ് വാട്ടറൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, ഒരടപ്പ് റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഒരു അടപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ ഒരു മിക്സ് അടിപൊളിയാണ് കേട്ടോ. ഇതിനകത്തോട്ട് വെള്ളം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെള്ളം ചേർക്കുമെങ്കിലും ഒരല്പം മാത്രമേ നിങ്ങൾ ചേർത്ത് കൊടുക്കുള്ളൂ, ഒത്തിരി ക്വാണ്ടിറ്റിയിൽ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് ഒരു സാധാരണ ഒരു ബോട്ടിലോ അല്ല സ്പ്രേ ബോട്ടിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് എവിടെയാണോ പാറ്റ ശല്യം കൂടുതലായി കാണപ്പെടുന്ന ആ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പാറ്റ ആ സ്പോട്ടിൽ ചത്ത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ജസ്റ്റ് ഇങ്ങനെ തളിച്ചൊന്ന് കൊടുത്താലും മതി, കംപ്ലീറ്റ് ആയിട്ട് പാറ്റ ചത്ത് വീഴും കേട്ടോ. അപ്പോൾ ഈ മൂന്നാമത്തെ ടിപ്പ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നോട് പറയുകയും വേണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റിൽ കൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് സമയത്തേക്ക് വെച്ചതിന് ശേഷം മാത്രമേ ബോട്ടിലേക്ക് ആക്കാവുള്ളൂ. അപ്പോൾ നാലാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ്. നാലാമത്തെ ടിപ്പിനായിട്ട് ദേ ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വേണ്ട, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ഇടിയലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നല്ല നീരുള്ള മോശം ഇഞ്ചി എടുക്കരുത് കേട്ടോ, അത്യാവശ്യം ഇഞ്ചിയുടെ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നത് തന്നെ എടുക്കണം. ഇതേപോലെ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് അരഞ്ഞൊന്നും വരണ്ട കേട്ടോ, ഇടിച്ചെടുത്താൽ മതി, അതിൻ്റെ ഒരു സത്ത് നമുക്ക് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഡെറ്റോളാണ് കേട്ടോ. ഡെറ്റോൾ ഒത്തിരി ഒന്നും വേണ്ട, ഒരു അല്പം ഡെറ്റോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി അതൊരു മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെ ആ ഡെറ്റോളിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു അരമണിക്കൂറോ ഓരോ മണിക്കൂറോ ഒക്കെ ഇതിനിങ്ങനെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇരുത്തണം കേട്ടോ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. രാത്രിയൊക്കെ നിങ്ങളിങ്ങനെ ചെയ്ത് വെച്ചിട്ട് രാവിലെയൊക്കെ എടുത്ത് സ്പ്രേ ചെയ്യുവാണ്, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് ഇത്. കണ്ടോ, നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ടിപ്സുകളൊക്കെ നമുക്ക് ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ. പാറ്റയെന്ന് പറയുന്ന സാധനം നമ്മുടെ പരിസരത്ത് പോലും വരില്ല, ഉണ്ടെങ്കിൽ പോലും അവയെല്ലാം അടപടലം ചത്ത് വീഴുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൊടുത്തേക്കാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അതേപോലുള്ള കുറേ ടിപ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കുകയും വേണം. പിന്നെ നിങ്ങൾക്ക് നല്ലതോ മോശമോ ആയ എന്ത് കമൻസും നമുക്ക് ഇടാം കേട്ടോ, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലായിടത്തെയും പാറ്റകളെല്ലാം ചത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.